നമ്മുടെ രാജ്യം എല്ലാ വർഷവും ജനുവരി 26-ാം തീയതി റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. ഒരു അവധി ദിവസം ലഭിക്കുന്നു എന്നതിനുപരി എന്താണ് റിപ്പബ്ലിക്, എന്തിനാണ് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? റിപ്പബ്ലിക് ദിനമെന്നാൽ ഇന്ത്യ ഒരു പരമോന്നത രാജ്യമായതിന്റെ ആഘോഷമാണ്. 1947-ൽ ഇന്ത്യക്ക് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം ലഭിച്ചെങ്കിലും ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതായത് ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ ഇന്ത്യ പൂർണ്ണമായ ദിവസമാണ് 1950 ജനുവരി 26. ആ ദിവസത്തിന്റെ സ്മരണയ്ക്കായാണ് എല്ലാ വർഷവും ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. ഭരണഘടന ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന നിയമസംഹിതയാണ് ഭരണഘടന. കോൺസ്റ്റിറ്റ്യൂർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന വാക്കിന്റെ ഉത്ഭവം ഉണ്ടായിരിക്കുന്നത്. ലോകത്തിലെ ലിഖിത ഭരണഘടനയുള്ള പ്രധാന രാജ്യങ്ങളാണ് ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക എന്നിവ. ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് M.N. റോയ് ആണ്. അദ്ദേഹത്തിന്റെ ദി ഇന്ത്യൻ പാട്രിയറ്റ് എന്ന പത്രത്തിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ ഈ ആശയത്തെ സമൂഹത്തിന് മുന്നിലെത്തിച്ചത്. അങ്ങനെ ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന നിർമ്മിക്കുന്നതിനായി 1946 ഡിസംബർ 6-ാം തീയതി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായി. ആദ്യ സമ്മേളനത്തിൽ 207 ആളുകൾ പങ്കെടുത്തു. 1946 ഡിസംബർ 11-ാം തീയതി ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനാ നിയമനിർമ്മാണ സഭയിൽ 17 മലയാളി അംഗങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ 3 വനിതകൾ, ആനി മസ്ക്രീൻ, അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ എന്നിവരായിരുന്നു അവർ. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്ത് ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കി. 64 ലക്ഷം രൂപയാണ് ഭരണഘടനാ നിർമ്മാണത്തിനായി ചെലവാക്കിയത്. 1948 ഫെബ്രുവരി 28-ാം തീയതി പൊതുജനാഭിപ്രായം അറിയാനായി ഭരണഘടനയുടെ കരട് രൂപം ഇന്ത്യയുടെ പ്രധാന പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. ഭരണഘടനയുടെ പൂർണ്ണരൂപം ആദ്യമായി ഭരണഘടനാ നിർമ്മാണ സഭയിൽ അവതരിപ്പിക്കുന്നത് ഡോക്ടർ B.R. അംബേദ്കർ ആണ്. പിന്നീട് അദ്ദേഹമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെട്ടതും. 1948 നവംബർ മാസം 9-ാം തീയതി വരെ ഭരണഘടനാ നിർമ്മാണ സമിതി ഭരണഘടനയ്ക്കുമേൽ ചർച്ചകൾ നടത്തി. സമിതിയിൽ ഭരണഘടന രണ്ടാമതും വായിക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 7653 ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുകയും അവയിൽ 2473 നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു. 1949 നവംബർ 14-ന് മൂന്നാമതും ഭരണഘടന വായിക്കുകയും അതിനുശേഷം ഭരണഘടന അംഗീകരിക്കാനുള്ള പ്രമേയം B.R. അംബേദ്കർ അവതരിപ്പിക്കുകയും ചെയ്തു. അവസാനം 1949 നവംബർ 26-ാം തീയതി ഭരണഘടനയെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചു. സമിതിയിലെ അംഗങ്ങൾ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് 1950 ജനുവരി 24-നാണ്. 284 അംഗങ്ങളായിരുന്നു അന്ന് ഭരണഘടനയിൽ ഒപ്പുവെച്ചത്. അങ്ങനെ 1950 ജനുവരി 26-ാം തീയതി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നു. അതോടൊപ്പം ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. നാളെ ജനുവരി 26 നമ്മുടെ രാജ്യം 76-ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷത്തിനായുള്ള ഒരുക്കങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. റിപ്പബ്ലിക് ദിന പരേഡാണ് ആഘോഷങ്ങളിൽ പ്രധാനം. പരേഡിനുള്ള ഒരുക്കം ജനുവരി 25-ന് തന്നെ ആരംഭിക്കും. പരേഡിൽ പങ്കെടുക്കുന്നവരെ വിവരമറിയിക്കുന്നത് ജനുവരി 25-നാണ്. ജനുവരി 26-ന് പുലർച്ചെ 3 മണിക്ക് തന്നെ പരേഡിൽ പങ്കെടുക്കുന്നവർ സ്ഥലത്തെത്തേണ്ടതുണ്ട്. ഇത്തവണ പരേഡിന്റെ ഡ്രസ് റിഹേഴ്സൽ നടന്നത് ജനുവരി 23-നാണ്. എല്ലാ വർഷവും ഏതെങ്കിലും ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി എത്താറുണ്ട്. ഇത്തവണ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്തോയാണ് മുഖ്യാതിഥിയായി എത്തുന്നത്. പരേഡിനിടെയുള്ള ഗൺ ഫയറിംഗ് സല്യൂട്ട് ദേശീയഗാനവുമായി ചേർന്നാവും നടക്കുക. ദേശീയഗാനത്തിന്റെ തുടക്കത്തിൽ ആദ്യ വെടിപൊട്ടു. 52 സെക്കൻഡിന് ശേഷം അടുത്ത വെടി. 1941 നിർമ്മിച്ച പീരങ്കി കൊണ്ടാണ് വെടിയുതിർക്കുക. ഈ പീരങ്കി സൈന്യത്തിന്റെ എല്ലാ പരിപാടികളിലും ഉൾപ്പെടുന്നതാണ്.
ഓരോ വർഷത്തെ റിപ്പബ്ലിക് ദിന തീമും വ്യത്യസ്തമായിരിക്കും. ഇത്തവണത്തെ നിശ്ചല ദൃശ്യത്തിനുള്ള തീം സുവർണ ഇന്ത്യ, വികസനവും പാരമ്പര്യവും എന്നതാണ്. രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള വികസനമാണ് നിശ്ചല ദൃശ്യത്തിൽ ഉണ്ടാവുക. ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനരികിലുള്ള റെയ്സീന ഹില്ലിൽ നിന്ന് ഗ്രാൻഡ് പരേഡ് ആരംഭിക്കും. കർത്തവ്യപഥിലൂടെ ഇന്ത്യ ഗേറ്റ് കടന്ന് ചെങ്കോട്ടയിലെത്തി പരേഡ് അവസാനിക്കും. റിപ്പബ്ലിക് ദിനത്തിൽ വച്ചാണ് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുക. നിർണായക സന്ദർഭങ്ങളിൽ അസാമാന്യ ധീരത കാഴ്ചവെച്ചവർക്കാണ് ഈ പുരസ്കാരം ലഭിക്കുക. രാജ്യത്തെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നതും ഈയൊരവസരത്തിലാണ്. രാഷ്ട്രപതിയാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. നമ്മുടെ രാജ്യം നാളെ 76ാം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ്. ഈയൊരവസരത്തിൽ ഇന്ത്യ മഹാരാജ്യം കാത്തുസൂക്ഷിച്ച സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നമുക്കോർക്കാം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി നമുക്കും ചിലതൊക്കെ ചെയ്യാം. ശോഭനവും കരുത്തുറ്റതുമായ ഒരു ഇന്ത്യയെ നമുക്കൊരുമിച്ച് വാർത്തെടുക്കാം. എല്ലാവർക്കും എൻ്റെ റിപ്പബ്ലിക് ദിനാശംസകൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.